ഈ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് മത്സരത്തിന് തയ്യാറാക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് പോലും പലപ്പോഴും മത്സരത്തിന് പങ്കെടുക്കാറില്ല. അതിന്റെ ഒരു പ്രധാന കാരണം തോൽക്കുക എന്നുള്ള പേടിയാണ്. അപ്പോൾ പരമാവധി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം, മത്സരത്തിൽ തോൽക്കുക എന്നുള്ള പേടി മാറും. അതോടൊപ്പം നിരന്തരം പങ്കെടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റീഷനുകളിൽ നമ്മൾ ഒരു വട്ടം പങ്കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് നമ്മളെ വീക്ക് പോയിന്റ് എന്നുള്ളത്. അത് ഈ മത്സരത്തിൽ പങ്കെടുത്താൽ മാത്രം കിട്ടുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ തോൽക്കും എന്നുള്ള പേടി മാറ്റിവെച്ച് നിരന്തരം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും, കലാമേളകൾ ഉണ്ടാവും, പിന്നെ കായിക മേളകൾ ഉണ്ടാവും. അപ്പോൾ സ്കൂൾ വൈസ് ചെയ്ത് വരുന്ന എല്ലാ മത്സരങ്ങളിലും നമ്മുടെ മക്കളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകും. പിന്നെ ഒരുപക്ഷെ എല്ലാത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല, എങ്കിലും മത്സരിക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി മത്സരിപ്പിക്കുക. ഈ മത്സരം കൊണ്ട്, ആരോഗ്യപരമായ മത്സരങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കോമ്പറ്റീറ്റീവ് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, ഞാനൊരു സംശയമാണ്. കാരണം നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഇടയിൽ, പാരന്റ്സ് ആണല്ലോ ബേസിക്കലി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഹാൻഡ് മെന്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇവര് സ്വന്തത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് ലെവലിനോട് അതിലേക്ക് എത്താനുള്ള ഒരു കോമ്പറ്റീഷനേക്കാളും വേറൊരാളോടുള്ള ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണോ ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരബുദ്ധിയെ ഡിഫൈൻ ചെയ്യുന്നത്? അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതല്ലേ അത് നേരത്തെ നമ്മൾ കമ്പാരിസന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന സമയത്ത് അവരോട് പറയേണ്ടത് ഫസ്റ്റ് ആവണം എന്നല്ല. ആദ്യ സമയത്ത് മത്സരിക്കാൻ പറയാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ ക്വിസ് കോമ്പറ്റീഷൻ തന്നെയാണെങ്കിൽ ആദ്യത്തെ ഒരു സമയത്ത് ജസ്റ്റ് മത്സരിക്കാൻ പറയാം. എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, മത്സരിക്കാം. അടുത്ത തവണ മത്സരിക്കുന്ന സമയത്ത് അവനോട് തന്നെയാണ് അവൻ മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. മറ്റു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓട്ട മത്സരത്തിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളോട് തന്നെ മത്സരിക്കാനുള്ള, സ്വന്തമായിട്ട് മത്സരിക്കൂലല്ലോ. അപ്പൊ മത്സരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ളവർക്ക് സ്കൂളുകളിലും പിന്നെ ഇതിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം. അപ്പൊ അതിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് എന്തായാലും ഓട്ടോമാറ്റിക്കലി കുട്ടി ഇമ്പ്രൂവ് ആവും. ഓരോ മത്സരങ്ങളിലും പാഠം പഠിക്കും, എന്തൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്ന് പഠിക്കും, അതിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരാളെ മത്സരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിന് പകരം നമ്മളോട് തന്നെ മത്സരിച്ച് നമ്മൾ വിജയിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കായിരിക്കണം. എല്ലാവരേക്കാൾ മുന്നിൽ എത്തുക എന്നുള്ളതിനേക്കാളും പങ്കെടുക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസും നിനക്ക് പറ്റുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതുമാണ്.